പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് വെറുമൊരു തുറമുഖം മാത്രമല്ല, കേരളത്തിന്റെ തലവര മാറ്റുന്ന മാസ്റ്റർ പ്ലാൻ കൂടിയാണ്. ഇന്ത്യയിലെ ആദ്യ ഡീപ്പ് വാട്ടർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം. 20 മീറ്റർ വരെ സ്വാഭാവിക ആഴമുള്ളതിനാൽ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് വരെ തീരത്തെടുക്കാം. അന്താരാഷ്ട്ര കപ്പൽച്ചാലിൽ നിന്നും 10 നോട്ടിക്കൽ മൈൽ ദൂരത്തിലായതിനാൽ കപ്പലുകൾക്ക് വേഗത്തിൽ ചരക്കിറക്കി മടങ്ങാം. ഇതിനായി വനിതകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സെമി ഓട്ടോമാറ്റിക് ക്രെയിനുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ലോജിസ്റ്റിക് മുതൽ വെയർഹൌസിംഗ് വരെയുള്ള മേഖലകളിൽ ആയിരക്കണക്കിന് തൊഴിലവസരം, ചെറുകിട വ്യവസായങ്ങൾക്കും ടൂറിസത്തിനും പുതിയ കുതിപ്പ്. അങ്ങനെ കേരളത്തിന്റെ സാധ്യതകൾ നിരവധിയാണ്. കേരളത്തിന്റെ തനത് ഉൽപ്പന്നങ്ങൾ ഇപ്പോഴുള്ളതിന്റെ പകുതി നേരത്ത് വിദേശ രാജ്യങ്ങളിൽ എത്തുന്നതെന്ന് ആലോചിച്ചു നോക്കൂ. വിദേശ വ്യാപാരത്തെ ഇതെങ്ങനെ സഹായിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇതിനേക്കാൾ ഉപരി സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടെ നാടിന്റെ വികസനം എങ്ങനെ നടക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം. 2028 2-3 ഘട്ടങ്ങൾ കൂടി പൂർത്തിയാകുന്നതോടെ പ്രതിവർഷം 10,000 കോടി രൂപ വരുമാനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. തുറമുഖത്തിന് അനുബന്ധമായി മറ്റു മേഖലകൾ കൂടി വികസിക്കുന്നതോടെ വരുമാനം ഇരട്ടിക്കും. രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറം ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ പറ്റിയ വലിയൊരു വികസനമാണ് വിഴിഞ്ഞം തുറമുഖത്തിലൂടെ സാധ്യമായിരിക്കുന്നത്.